ചർച്ച തുടരുമ്പോൾ ശ്രീ നന്ദകുമാർ, ശ്രീ ഫൈസലിന്റെ പ്രതികരണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോ ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് കണക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരു പക്ഷേ അത് എൻ്റെ ബോധ്യത്തിന്റെ പ്രശ്നം ആകാം. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അല്ല, ഫൈസല് ഏതാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഈ കേസിന്റെ കുറ്റം അവര് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ആകെ പറഞ്ഞത് അവർ ബന്ധുക്കളാണ്, പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകരാണ്. കുറെ ആളുകൾ ഒന്നിച്ചുകൂടി, അത് ഞങ്ങളും കൂടിയിരുന്നു. അതിനകത്ത് ലീഗുകാരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു. പക്ഷെ SDPI-ക്കാരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം SDPI-യുടെ ഓഫീസിൽ വിളിച്ചു കൂട്ടിയിട്ട് നടത്തിയിരിക്കുന്ന കുറ്റവിചാരണ ഈ പറയുന്ന വിചാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സ്ത്രീ അവർ മാനസികമായിട്ടുള്ള വിഷമം കൊണ്ട് അവർ കൊല ചെയ്യപ്പെട്ടതെന്നുള്ള ഇദ്ദേഹം സമ്മതിക്കുകയാണ് വാസ്തവത്തില്. കാരണം ഏതാണെങ്കിലും ഫൈസല്, ഞാൻ മനസ്സിലാക്കുന്നത് ഫൈസല് സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന പല വിഷയങ്ങളിലും അഭിമന്യുവിന്റെ കൊലപാതക സമയത്താണെങ്കിലും അതേപോലെ തന്നെ കൈവെട്ട് കേസിൽ, ജോസ് മോഷന്റെ കൈവെട്ട് കേസിലാണെങ്കിലും ആദ്യമൊന്നും ഇവർ പോപ്പുലർ ഫ്രണ്ട് സമ്മതിച്ചിരുന്നില്ല. പിന്നെ പിൽക്കാലത്താണ് ഇവർ സമ്മതിച്ചത്. ഇതിലിപ്പോ ഇന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഫൈസല് ഈ കുറ്റം സമ്മതിക്കുകയാണ്. അല്ല, അവിടെ ശ്രീ നന്ദകുമാർ പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല. അവിടെ ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, അവരെയൊന്നും അവർക്കൊന്നും എതിരെ നടപടി വരുന്നില്ല എന്നാണ്. ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ ഈ പാനലിൽ ഒരു അഭിഭാഷക കൂടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണോ അവർക്കെതിരെ എല്ലാം നടപടിയാണ് വേണ്ടത് എന്നുകൂടി അവർ ചേർത്ത് വെച്ച ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് താങ്കളെ. അങ്ങനെയാണ് വേണ്ടത്. അല്ല, അതിലൊരു സംശയമില്ല. ഇപ്പൊ ലീഗിന്റെ പ്രവർത്തകരുണ്ടാവുന്നുള്ളതിനകത്ത് ഒരു വാർത്തയൊന്നുമില്ല അതിനകത്ത്. അതേപോലെ തന്നെ CPM-ന്റെ പ്രവർത്തകരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ വാർത്തയൊന്നും ഇക്കാര്യത്തിലില്ല. അത് ഫൈസൽ പറഞ്ഞിട്ട് ഫൈസൽ ആളുകളുടെ പേരുകൾ പറയട്ടെ, ആ ലീഗിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പറയട്ടെ, CPM-ന്റെ ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പറയട്ടെ, കോൺഗ്രസിന്റെ ആളുകളുടെ അവരുടെ പേരുകൾ പറയട്ടെ. ആ പറയപ്പെടുന്ന ആളുകള് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും ഒറ്റ കൂട്ടുകൃഷിക്കാർ തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ ചേർന്നിട്ടാണ് നേരത്തെ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഇവർക്ക് പലർക്കും പങ്കുണ്ട്. അതേപോലെ തന്നെ ജോസഫ് മോഷന്റെ കൈവെട്ട് കേസിലും ഇവർക്ക് പലർക്കും പങ്കുണ്ട്. ഇവര് പലരും ഒന്നിച്ചേർന്നിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ ഫൈസൽ ഇപ്രാവശ്യമെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ട് ലീഗിന്റെ കുറ്റവാളിയായിരിക്കുന്ന ആളുടെ പേര് അദ്ദേഹം വ്യക്തമാക്കണം. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളുടെ പേരുകൾ വ്യക്തമാക്കണം. CPIM നേതാക്കൾ പറഞ്ഞത് ആ താലിബാനിസത്തിൽ CPM-ന്റെ നേതാക്കൾ ഉണ്ടെങ്കിൽ ആ പേരുകൾ താങ്കൾക്ക് പറയാം. CPIM-ന്റെ പ്രവർത്തകരോ ഒക്കെ ഉണ്ടായെങ്കിൽ. താലിബാനിസം CPM-ന്റെ വേഷം മാത്രമല്ല RSS-ന്റെ വേർഷം കൂടിയാണ്. ഫ്ലോറില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ലോ. RSS-ന്റെ വേർഷം കൂടി താലിബാനിസം എന്നാണ്. അത് RSS യാത്രയോടെ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് താലിബാനിസത്തിൽ ഇന്ത്യയുടെ തെരുവുകളിൽ ആളുകളെ CPM-ന്റെ ആൾ കൂടി പങ്കെടുത്ത ഒന്നിനെയാണ് അവർ താലിബാനിസം എന്ന് പറഞ്ഞത് എന്നതുകൊണ്ടാണ് CPM അങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞത്. അല്ല, താലിബാനിസം എന്ന പ്രയോഗത്തിൽ എന്റെ ചോദ്യത്തിൽ പിഴവുണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു. താങ്കൾ അത് വിട്ടേക്കൂ, ബാക്കി പറയൂ. അല്ല, ഇവിടെ എന്നെ സംബന്ധിച്ച് SDPനെ സംബന്ധിച്ച് SDPക്ക് എല്ലാ കൊലപാതകത്തിൽ ആ മരണത്തിൽ യാതൊരു പങ്കുമില്ല. നന്ദകുമാറിന്റെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നല്ലോ. താങ്കൾ ഈ പറയുന്ന ലീഗിന്റെയും പ്രവർത്തകരുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ പ്രതി അല്ല അത് വേറെ സംഗതിയാണ്. അവിടെ നിലവിൽ നടത്തിക്കുന്ന കൊലപാതകത്തിൽ അവിടെ പങ്കെടുത്ത ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അവിടെ അതല്ല പ്രശ്നം. അവിടെ ആ കുട്ടിയുടെ കൊലപാതകത്തിൽ റയീസാണ്, അഭിലാഷ റയീസാണ് അവിടെ കുറ്റക്കാരൻ. ആ മീറ്റിംഗിലല്ലേ ഇവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. അതെ, ഞാൻ പറയുന്ന ആ മീറ്റിംഗിൽ താങ്കൾ ഒരുപാട് സംസാരിച്ചിരുന്നു. നന്ദകുമാർ സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ടാണ് ഞാൻ ചോദിച്ചത്. ശരി, എന്തായാലും പേര് പറയുന്നില്ല. ശ്രീ നന്ദകുമാർ തുടരും. അല്ല, റഹീസിനെ അറസ്റ്റ് ചെയ്യില്ല എന്നൊന്നും ഇപ്പോൾ ഉറപ്പിക്കാറായിട്ടില്ല.
റഹീസ് പണം കൊണ്ടുപോയതിന് തെളിവുണ്ടെങ്കിൽ റഹീസിനെതിരെ കൃത്യമായ ആ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിന്റെ പേരുണ്ടായിരുന്നുവെങ്കിൽ പോലും റഹീസ് അറസ്റ്റിലാകുമായിരുന്നു ശ്രീ ഫൈസൽ. അതുണ്ടായിട്ടില്ല. റഹീസ് പോലീസ് കസ്റ്റഡിയിലാണ് അഭിലാഷേ. രണ്ടല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നത് ഹാജരായിട്ടുണ്ട്. ഞാൻ പറയുന്നത് പോലീസ് ഹാജരായിട്ടുണ്ട്. ഞാൻ പറയുന്നത് റഹീസിനെ ആക്രമിച്ചു. അഭിലാഷിന്റെ വേർഷൻ റഹീസിനെ ഞങ്ങൾ ആക്രമിച്ചു. അപ്പൊ റഹീസും പ്രതിയാണ്. അല്ല, റയീസിനെ ഞങ്ങൾ ആക്രമിച്ചു. അപ്പൊ റയീസ് അതിനകത്ത് ആക്രമിച്ചു എന്ന് പറയുന്ന 13 ആളുകളും പ്രതിയാണ്. അക്രമം കൊണ്ട് റയീസും പ്രതിയാണെന്നാണ് അഭിലാഷ് പറയുന്നത്. അല്ല, റഹീസിനെതിരെ നൽകിയിട്ടുള്ളത് ഉമ്മയാണ് പരാതി. റസീന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിനെ കുറിച്ച് പരാമർശമില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. ഉമ്മ പറയുന്ന പരാതിയിൽ റഹീസിനെ ചോദ്യം ചെയ്യാം. ഉമ്മ പറയുന്നത് ശരിയാണ് എങ്കിൽ, അങ്ങനെ പണയിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ, സ്വർണം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആത്മഹത്യയിൽ റഹീസിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായും റഹീസ് ശിക്ഷിക്കപ്പെടണം. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് നിയമപരമായി നടക്കേണ്ട ഒരു പ്രൊസീജിയറാണ്. ആ നിയമം SDPI അല്ല നടപ്പിലാക്കേണ്ടത്, SDPIയുടെ പ്രവർത്തകരല്ല, ആ റസീനയുടെ ബന്ധുക്കളുമല്ല നടപ്പിലാക്കേണ്ടത് എന്നാണ് താങ്കളോട് പറഞ്ഞത്. ശ്രീ നന്ദകുമാർ, ദയവായി തുടരൂ. അല്ല, ഏതാണെങ്കിലും വേറെന്താ എനിക്ക് വളരെ വ്യക്തമാകുന്നത്, ഈ ഫൈസൽ SDPI അടങ്ങുന്ന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ടെന്നുള്ളവരും ഫൈസൽ സമ്മതിച്ചിരിക്കുന്നു. എന്റെ ഏറ്റവും വലിയ വിഷയം ശരിക്കതാണ്. ഏതാണെങ്കിലും ഇത്തരത്തിലൊരു സദാചാര പോലീസ് ചമയാൻ വേണ്ടിയിട്ട് SDPI പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഇത്തരത്തിൽ ആരാണ് അധികാരം കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന് നേർക്കുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ്. ഇതിനെയാണ് താലിബാനിസം എന്ന് പറയുന്നത്. താലിബാനില് അവിടെ നടന്നിരിക്കുന്ന, അഫ്ഗാനിസ്ഥാനിൽ നടന്നിരിക്കുന്നത് ഇതേപോലെ തന്നെയായിരുന്നു. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് അവർ കേസിലെ പ്രതികളെ തീരുമാനിക്കുന്നു, അവർ കുറ്റവിചാരണ നടത്തുന്നു, അവരിവരെ ശിക്ഷിക്കുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് നടന്നത്. ഇവിടെ മൂവാറ്റുപുഴയിൽ നടന്നത് തന്നെയാണല്ലോ. ജോസഫ് മാഷിനെ കേസിൽ ജോസഫ് മാഷിനെ പ്രതിയാണെന്ന് ഇവരങ്ങ് തീരുമാനിക്കുന്നു. എന്നിട്ട് ജോസഫ് മാഷിനെ ഇവര് സ്വയം കുറ്റവിചാരണ ചെയ്യുന്നു. ജോസഫ് മാഷിനെ കൈ ഇവര് വെട്ടിക്കളയുന്നു. എന്തൊരു ക്രൂരമായിട്ടുള്ള ഏർപ്പാടാണ്. അത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ സംഭവിച്ചത്. അഭിമന്യുവിന് ഇവര് പ്രതിയായിട്ട് ഇവർ തീരുമാനിക്കുന്നു. അവർ അഭിമന്യുവിനെ വിളിച്ചു വരുത്തുന്നു. ആ അഭിമന്യുവിനെ അവിടെ ഇതിന്റെ മറ്റേ കോളേജിന്റെ ഏറ്റവും കോളേജ് ഫേസിന് വെച്ചിട്ട് ആ ചെറുപ്പക്കാരനായിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന ആളെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുന്നു. എന്ന് വെച്ചാൽ കേസില് പ്രതികളെ തീരുമാനിക്കുന്നത് ഇവരാണ്, അതിന് വിചാരണ നടത്തുന്നത് ഇവരാണ്, അതിനുശേഷം ശിക്ഷിക്കുന്ന ഇവർ തന്നെയാണ്. എല്ലാ പണിയും കൂടി ഇവർ തന്നെ ഏറ്റെടുത്തങ്ങ് നടത്താൻ തീരുമാനിച്ചാൽ ഈ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള പോലീസിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇവിടെ ഭരണകൂടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പണിയൊക്കെ കൂടി SDPI അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ, ഗോകുൽ പറഞ്ഞ പോലെ, ഒരു സമയത്ത് ഇതിന്റെ പേര് ആദ്യം സിമി എന്നായിരുന്നു പേര്. ആ സിമിനെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനം NDF ആയിട്ട് വരുന്നു. NDF അവർ പിന്നെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരുന്നു. പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആയിട്ട് വരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ പിടിച്ചാലെന്ന് വിചാരിച്ചിട്ട് അവർ SDPI ആയിട്ട് വരുന്നു. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കാത്തത് കൊണ്ട്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ഇരുന്നുകൊണ്ട് ഈ തരത്തിൽപ്പെട്ട സാധാരണക്കാരാ ആയിരിക്കുന്ന ആളുകളെ കുറ്റവിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുന്ന പ്രവർത്തനം അത്യന്തം വളരെ വേദനാജനകമാണ്. പ്രത്യേകിച്ച് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് പ്രതികളെ തീരുമാനിക്കുന്നതും കുറ്റവിചാരണ നടത്തുന്നതും ശിക്ഷിക്കുന്നതുമെല്ലാം തന്നെ ഒരു വിഭാഗമാകുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് പോലീസിന് അന്വേഷണം നടക്കണം. അന്വേഷണത്തിൽ തെളിയട്ടെ. SDPI അല്ലെങ്കിൽ ആവണ്ട. ആർക്കാ വിരോധമുള്ളത്? SDPI ആകണമെന്ന് ഞങ്ങൾക്കാർക്കും യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആവണമെങ്കിൽ ആയിക്കോട്ടെ, CPM ആവണമെങ്കിൽ ആയിക്കോട്ടെ, ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാകണമെങ്കിൽ ആയിക്കോട്ടെ. അതിലല്ല നമ്മുടെ പ്രശ്നമുള്ളത്. ഈ ഇതിനകത്ത് യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം, അതിനെതിരായിട്ടുള്ള ഒരു ഭീഷണിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇടത്തോളം കൊണ്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയിരിക്കുന്ന മാർച്ച്. ഈ തരത്തിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ആളുകളെ ഒരു ഭീഷണിപ്പെടുത്തുന്നൊരു സ്വഭാവം അതൊരിക്കലും ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ഇന്നിപ്പോ നടന്നിരിക്കുന്ന SDPIയുടെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പ്രതിയല്ലെങ്കിൽ ആർക്കപ്പോ വിരോധമുള്ളത്?
ഇവരെന്തിനെ ഞങ്ങൾ പ്രതിയല്ല, ഞങ്ങൾ മാർച്ച് നടത്തും, ഞങ്ങൾ അക്രമം കാണിക്കും. ഈ തരത്തിൽപ്പെട്ട അക്രമങ്ങളിലേക്ക് ഇവർ തിരിയുന്നത് ഒരിക്കലും നല്ല ലക്ഷണമല്ല എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഗോകുൽ, ഇവിടെ ആവർത്തിച്ച് പറയുന്നു, ഇത്തരം പ്രവൃത്തികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരക്കാരെ തള്ളിപ്പറയാനാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകേണ്ടത്. ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യമായ അന്യായങ്ങളായി വരുന്ന വിഷയങ്ങൾ നിയമപരമായി നേരിടേണ്ട ഒന്നാണ്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ മാനിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അത് കോടതി മുറികളിൽ ആണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, നിയമ സംവിധാനം വഴിയാണ്. അതിനു പകരം ഏതെങ്കിലും ഒരു പാർട്ടിയോ സംഘടനകളോ വ്യക്തികളോ, അത് ബന്ധുക്കളായാൽ പോലും കോടതി ചമയുന്നതിനെ ശക്തമായി എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഈ പറയുന്നത് പോലെ ബന്ധുക്കളാണ് എന്നത് ഒക്കെ ഒരു ന്യായമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ന്യായമായല്ല, അന്യായമായാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത്. ഇവിടെ സഹോദരനായാൽ, സഹോദരിയായാൽ, അച്ഛനായാൽ, അമ്മയായാൽ, കുട്ടികളായാൽ, മക്കളായാൽ പരസ്പരം കൊല്ലാം, സദാചാര ഗുണ്ടായുസം നടത്താം. അവർ SDP ആണെങ്കിൽ അവരെ കുറ്റവിചാരണ കൂടി നടത്തി അങ്ങ് തൂക്കിക്കൊല്ലാനുള്ള ആരാച്ചാരുടെ പണിയും എടുക്കാം എന്നാണ് ഇവിടെ SDP നേതാവ് വന്നിരുന്ന് ഉദ്ഘോഷിക്കുന്നത് കണ്ടത്. എത്ര പരിഹാസ്യമാണ് എന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. ഇവിടെ ഇവര് ഈ ഒരു രീതിയിലും SDP എന്താ ഞാൻ സൂചിപ്പിച്ചു, ഇവര് സിമി മാറി, NDF മാറി, PFI മാറി, പോപ്പുലർ ഫ്രണ്ട് മാറി വന്ന സംഘടനയാണ് ഈ SDP. ഇവർക്ക് സ്വന്തമായി സ്വത്വമോ സ്വന്തമായിട്ടുള്ള നിലനിൽപ്പോ അടിസ്ഥാനമോ ഇല്ല. അതിന് കാരണം വിവിധ ഘട്ടങ്ങളിൽ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ പേടി, ഭയം പരത്താനുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ണൂരിൽ ആയുധ പരിശീലനം നടത്തിയപ്പോ ഞങ്ങൾ ഇതൊന്നും കണ്ടവരല്ല, ഇതിലൊന്നും ചെയ്തവരല്ല എന്ന് പറഞ്ഞവരാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരും NDFകാരും SDP ഇവിടെ കാശ്മീർ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോ ഞങ്ങൾ അതിന്റെ ഭാഗമേ അല്ല എന്ന് പറഞ്ഞവരാണ് ഈ SDP പോപ്പുലർ ഫ്രണ്ടുകാർ, ഈ NDFകാർ. ഇവിടെ നാദാപുരത്ത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ഘടനയിൽപ്പെടുന്ന മതവികാരങ്ങളെ വ്രണപ്പെടുത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഉണ്ടാക്കിയ NDFന് ശരി, അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ എന്ത് തന്നെയാണെങ്കിലും SDP എന്ന് പറയുന്നത് പ്രവർത്തനാനുമതിയുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അത് SDP ആകട്ടെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനകളോ ഒന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന സന്ദേശം കൂടി ഈ സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ശ്രീ ഗോകുൽ. SDP മാത്രമല്ല, ഒരു SDP രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പേപ്പറിൽ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ SDP തൊട്ട് മുമ്പിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന 2022 സെപ്റ്റംബറിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അത് നിരോധിച്ചപ്പോൾ അവർ പുതിയ പേരുമായി വന്നു. വീണ്ടും താങ്കൾ അതിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. വളരെ പെട്ടെന്ന് ശ്രീ ഗോകുൽ, നമ്മുടെ വിഷയം പറയൂ, വളരെ പെട്ടെന്ന്, സമയപരിമിതിയുണ്ട്. അഭിലാഷ് BJPയാണ് ഉപദേശിക്കുന്നത്. കൊലപാതകങ്ങളും ഞാനൊരു ഉപദേശത്തിനുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഉദ്ദേശിക്കുന്നത് അഭിലാഷിന്റെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയെ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്തമില്ല, ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അർഹതയും ഇല്ല. വിവരക്കേട് പറയരുത്. മനുഷ്യനെ കൊന്നു തള്ളുന്ന പ്രസ്ഥാനം വിവരക്കേട് പറയരുത്. ഫൈസൽ വിവരക്കേട്. ഇസ്ലാമിക തീവ്രവാദിയായിട്ട് ഫൈസല് വിവരക്കേട് പറയരുത്. RSSന് മഹാത്മാഗാന്ധിയുടെ വധത്തില് മണ്ടത്തരം പറയരുത് ഫൈസൽ. എന്തായാലും നമ്മുടെ വിഷയം ധരിച്ചുകൊണ്ടൊന്നുമല്ല. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. ഇവിടെ ചരിത്രത്തിലേക്ക് പോകേണ്ടതില്ല, നമ്മൾ വർത്തമാനത്തിലേക്കാണ് ചിന്തിക്കുന്നത്, ഭാവിയിലേക്കാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു, സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം, എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം എന്നൊന്നും ഒരാണധികാരവും തീരുമാനിക്കേണ്ടതില്ല. അതാര് ഏത് സംഘടനയുടെ പേരിൽ ആണെങ്കിലും എന്ന് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.